Hi friends, ready to find a പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ പറന്ന പ്രാവക്ക്, അതായത് ബ്രീഡിംഗ് കേജ് അല്ലാതെ പറത്തി ഇതുപോലെ സിംഗിൾ കേജിലിട്ടിരിക്കുന്ന പ്രാവുകൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇല്ലാതെ വീട്ടിലുള്ളവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫുഡ് കൊടുക്കേണ്ടി വന്നാൽ ഇതിനെയൊക്കെ. അപ്പോൾ ഈ കൂട് നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവർ പുറത്തേറ്റ് ചിലപ്പോൾ താഴെ കൂടിലിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെങ്കിൽ ഒന്ന് ചിലപ്പോൾ പറത്തിയ പ്രാവായതുകൊണ്ട് ഇവർ പുറത്തോട്ട് ചാടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ മിസ്സാവും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൂരെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് ചിലപ്പം പറ്റില്ല. അതുപോലെ വീട്ടിലുള്ള ചിലപ്പോൾ നമ്മളെ കുട്ടികൾ ആരെങ്കിലും ആയിരിക്കും ഇതിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതുപോലെ പ്രാവുകൾ മിസ്സായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ചിലത് പറപ്പിക്കാത്ത കുഞ്ഞുങ്ങളും നമ്മൾ ഇതിനോട് മാറ്റിയിടും, പറപ്പിക്കാനായിട്ട് മാറ്റിയിടുന്ന സമയത്ത്. അപ്പോൾ ഇത് പറന്ന് മിസ്സാവും. പിന്നെ ഒരുപക്ഷെ വന്നാലും ചിലപ്പോൾ പുറത്തിരിക്കും, പിടിച്ച് കൂട്ടിയിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കാനായിട്ട് സിമ്പിളായിട്ട്, അതായത് അതിന് പൈസ ചിലവ് വളരെ കുറച്ചിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇതിനകത്തോട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് നമുക്ക് ആവശ്യം വേണ്ടത്, അതായത് ഈ സിംഗിൾ കേജിലാണ് ഞാൻ ഈ പറയുന്നത്. ബ്രീഡിംഗ് കേജിൽ നമുക്കകത്ത് ഫുഡ് വെച്ച് കൊടുക്കുക, ആർക്ക് കൊണ്ടേലും വെച്ച് കൊടുക്കുക, അവർ പറന്നു പോകില്ല. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറക്കാനുള്ള ഒരു പറന്ന പ്രായതയുണ്ടും പറവലഹീനമായതുകൊണ്ടും പെട്ടെന്ന് പറക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഇവർക്ക്. അപ്പോൾ അതിനുവേണ്ടി ഈ കൂട്, അതായത് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ, എന്നാൽ ഇതിനകത്ത് പൂച്ചയോ മറ്റൊന്നും കയറാത്ത ലെവലിൽ നമുക്കൊരു ഇവർക്ക് വെള്ളവും തീറ്റയും വയ്ക്കത്തക്ക ഒരു സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് എടുത്തിട്ടുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിറയെ ചെറിയ കുപ്പിയാണ്. കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേപ്സ് ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന ഒരു കുപ്പി കാണിച്ചു തരാം. ഒരേപോലത്തെ കുപ്പികളാണ് നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുപ്പി എടുത്ത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇതാണ് കുപ്പി. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട്, ഇത് ഞാനൊരു സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. രണ്ട് രീതിയിലുള്ള കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഇത് ഫുള്ളായിട്ട് ഇത് എല്ലാത്തിനും ഇത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് അതിനുള്ള ബാലൻസ് അതിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുപ്പി നമ്മളിപ്പോൾ ഇതിന് ഒരു അകത്ത് നിന്ന് തന്നെ കൂട് തുറക്കാതെ പുറത്തുള്ള ഇതിനകത്തോട്ട് നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഇപ്പോൾ അതിനുള്ള, അതായത് അതിന് ഒരിത് പറയും, ഫുഡൊക്കെ തീറ്റയൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം, അതിന് തീറ്റപാത്രത്തിന് നല്ല ഒരു വില ഉണ്ട്. ഒരെണ്ണത്തിന് തന്നെ ഏകദേശം 10-50 രൂപ അതിൻ്റെ മുകളിലൊക്കെ ഉള്ള വില ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ കണക്കിന് നമ്മളെന്തായാലും ഫുഡ് കൊടുത്തതിന് ശേഷമാണ്, ഫുഡ് കൊടുത്തിട്ട് ആവശ്യത ഒരു പ്രാവനല്ലേ, അപ്പോൾ അതിനാവശ്യമുള്ള ഫുഡ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിനെ തന്നെ കൈകൊണ്ട് എടുത്തിട്ട് നമുക്കിത് ആ ഫുഡിൻ്റെ പൊടിയംശങ്ങൾ കൊണ്ടുപോയി വേണമെങ്കിൽ വൃത്തിയാക്കിയിട്ട് തന്നെ വീണ്ടും വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യം ഇതുപോലുള്ള ഒരു കത്തിയാണ്. അപ്പോൾ ഇത് വെച്ച് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ മോഡൽ, ഈ ആംഗിളിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ആംഗിളിൽ ഇതിനകത്തുനിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഇരുന്നതാണ്, കണ്ടോ? പിന്നെ ഓപ്പൺ ചെയ്തെടുക്കുക, ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഒരു പ്രാവിന് ഇതിനകത്തുനിന്ന് ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള സ്പേസ് ഇതിനകത്തുനിന്ന് കിട്ടും. കണ്ടോ? കറക്റ്റായിട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ, ഒരു കുപ്പിയുടെ ഷേപ്പായി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡയമണ്ട്, ആ ഒരു സൈഡുകൾ, ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു സൈഡ് നമ്മൾ റിമൂവ് ആക്കി. ഈ കുപ്പിയിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഈ ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മുടെ കേജിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 6 കണ്ണി. ഈ കണ്ണി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഒരു പീസ്, ചെറിയൊരു പീസ്, ഒരു കണ്ണീരെ പീസ്, ഇത് അരക്കര മെഷാണ്, ഒരു പീസ് മുകളിലോട്ടാക്കുക. എന്നതിന് ശേഷം ഈ കട്ട് ചെയ്ത വശം അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അകത്തോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ ഈ സൈഡിൽ ഒരു ലോക്കുണ്ട്. ഈ സൈഡിലെ ലോക്കിൽ ഇത് ഫിക്സായി. ഇനി ഇങ്ങോട്ട് പോകില്ല. ഈ മുകളിലുള്ളത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിന് മാക്സിമം ഇതും ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട്
ഇപ്പം ഫിക്സ് ആയിരുന്നേ കണ്ട നെറ്റോടെ നമുക്ക് വലിച്ചാൽ വരില്ല, നെറ്റോടെ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കാം, തീറ്റയും നമുക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കയറ്റുക, ഇങ്ങനെ കറക്കി അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ അത് അതിനകത്ത് സീറ്റിംഗ് ആവും. കണ്ട സീറ്റിംഗ് ആവും. എന്നിട്ട് പതുക്കെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇത് കംപ്ലീറ്റ് ഞാനിതുപോലെ ഇതിനകത്ത് തീറ്റയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തുറന്നു വേണമെങ്കിലും ചെയ്യാം. വേണ്ട, തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കാണിച്ചു കൊടുത്ത് വേറെ പൂച്ചയോ മറ്റുള്ള ഒന്നും പെട്ടെന്ന് എടുക്കുകയൊന്നുമില്ല. അതിനകത്ത് എലിയോ കാര്യങ്ങളൊന്നും കയറില്ല. കാര്യം ഇത് നമ്മൾ ഈ നെറ്റ് കട്ട് ചെയ്യുന്ന ഭാഗത്ത് മൊത്തം ഇത് ഇരിക്കുന്നു. ഇനി വേണം നമുക്ക് ഇതിൽ ഞാനൊരു പദ്ധതിയോടെ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കമ്പി ഇങ്ങനെ ലോക്കായിട്ട് വെച്ചിട്ട് ഇതിലൊന്നും ഒരു കൊളുത്ത്. അപ്പോൾ പിന്നെ ഇത് ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല, ഇതിനകത്തൊന്നും കയറാനും പോകുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. ഞാനതിന് ബാക്കിയുള്ള വർക്കുകൾ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിനെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് എടുക്കേണ്ടത് ഈ കുപ്പി ചരിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു മോൾഡിങ് ലൈൻ ഇവിടെ വരുന്നുണ്ട്. ആ മോൾഡിങ് ലൈനിൽ തന്നെ നമ്മൾ എടുക്കാതെ ഒരു കുറച്ച് ശകലം ഉയർത്തിയിട്ട് കട്ട് ചെയ്യുക. നേരെ കറക്റ്റായിട്ട് കണ്ടോ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ കത്തി എടുത്ത് നേരെ ഇതുപോലെ ലെവലിൽ കറക്റ്റ് കട്ട് ചെയ്യുക. അല്പം ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റ് വരും. അതൊരു സിമ്പിൾ ട്രിക്കാണ്. സ്ട്രൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല. ശകലം ചരിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ അതുകൊണ്ട് കറക്റ്റായിട്ട് വരും. കണ്ടോ, ഇത്രയും എടുത്തു. ഇനി അതേപോലെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. സെൻറ്ററിൽ തന്നെ കട്ടാക്കുക മാക്സിമം. ഇതുപോലെ പ്രാവിൻ്റെ തല ഇതിനകത്ത് ഇറങ്ങത്തക്ക ലെവലിൽ കട്ട് ചെയ്യുക. കണ്ടോ, കത്തി ഇങ്ങനെ ചരിച്ചെടുക്കുക. അപ്പോൾ വളരെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. കത്തി കട്ടായതാണ്, അതുപോലെ പഴയ ബ്ലേഡാണെന്ന് കുഴപ്പമില്ല, അതിൻ്റെ അടുത്തുനിന്ന് എടുക്കാം. കണ്ടോ, അതേപോലെ മറുവശം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ്. അപ്പോൾ നമുക്കിനി ഇത് അടുത്തൊരു കൂട്ടിൽ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് അളവ് നോക്കുക. ഒരു 6 ലൈന് ഇവിടെ നിന്ന് 1 2 6 ഗ്യാപ്പ് 1 2 3 4 5 6 ഇവിടെ നിന്ന് മുകളിലോട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. അവിടെ നിന്ന് 4 ഗ്യാപ്പ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് കയറും. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് അടുത്ത സെറ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ഒന്ന് 2 3 4 5 1 2 3 4 5 4 മതിയോ? 5 കണ്ടോ, ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഇങ്ങനെ ആക്കുക. ഇതിനെ ലേശം ഒന്ന് ഉയർത്തിയൂടെ കൊടുക്കുക. ഇത് വെക്കാനായിട്ടാണ് നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കിയതാണ് ഞാൻ. ഈ സൈഡിലുള്ളതിനെ മാക്സിമം പുറത്തോട്ട് തന്നെ എടുക്കുക. പ്ലെയറിന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. കാര്യം ഈ ഇതിനകത്തോട്ടുള്ള ലോക്ക് നമുക്ക് ഇതാണ് വെക്കാനുള്ളത്. കുറച്ചുകൂടെ ഒന്ന് നോക്കാനുണ്ട്.
ഓക്കെ. ഇപ്പോൾ സംഗതി റെഡിയാണ്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് താത്ത് വയ്ക്കുക. നമ്മൾ താത്ത് കൊടുക്കുക. ഇതിനെ വേറെ ഒന്നും ചെയ്യണ്ട, അതേപോലെ തന്നെ കൈക്ക് തന്നെ നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ സംഗതി സെറ്റായി. നമുക്കിത് ഇത് ഇവിടെ നിന്നൊരു ലോക്കൂടെ ഒരു ചെറിയ നൂൽ കമ്പി കൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങി വരില്ല. പൂച്ചയ്ക്കും മറ്റൊന്നിനും എടുക്കാനും പറ്റും. നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ ഇതിൽ ആഹാരം വയ്ക്കാം. വെള്ളം എടുക്കാം. വെള്ളം ശരിയാതെ തന്നെ നൈസായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ ലോക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ വെച്ചാലും ഇത് വരില്ല. എന്നാൽ വെളിയിലോട്ടും പോകില്ല. ഇവിടെ തട്ടി നിൽക്കുന്നത് കൊണ്ട് അകത്തോട്ടും പോകില്ല, വെളിയിലോട്ടും വരില്ല. ഇവിടുത്തെ ഈ ലോക്കുള്ളതുകൊണ്ട് വെളിയിലോട്ട് വരില്ല. എന്നാൽ നമുക്കിത് കറക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാനും പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് ഒരു ലോക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കും. ലോക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ കമ്പി കെട്ടി ഇവിടെ ലോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തു, വെള്ളവും കൊടുത്തു. വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ ഇതിനെ കമത്തി വയ്ക്കുക. അപ്പോൾ വൃത്തിയായിരിക്കും. ഇതിപ്പോൾ കമന്ന് ആണ് ഇരിക്കുന്നത്, അടിയിൽ ഹോളാണ്. കമ്മന്ന് എല്ലാം ഞാൻ കമഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ? ഫുഡും വെള്ളവും കൊടുത്തതിന് ശേഷം ഫുഡ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കുക, എന്നിട്ട് കമഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും ചിലവാക്കി വെക്കേണ്ട. മറ്റേ ചെറിയ കേജിൽ ഇപ്പോൾ വലിയ തീറ്റ പാത്രം വെച്ച് കഴിഞ്ഞാലും വലിയ ഒരു സ്പേസ് എടുക്കും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ആദ്യം തീറ്റ കൊടുക്കുക, തീറ്റ വയ്ക്കുക. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനെ ഒരു ഡ്രോയിൽ തട്ടിയെടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം വെള്ളവും കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമഴ്ത്തി തന്നെ വയ്ക്കുക. ലോഫ്റ്റുള്ളവർക്ക് സിമ്പിളാണ്. ലോഫ്റ്റിനകത്ത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ബൈ ബൈ.